നമ്മൾ സാധാരണ ഫോണുകളൊക്കെ വാങ്ങുന്നവരാണ്. ചില ആളുകൾ പുതിയ ഫോണുകൾ വാങ്ങും, ചില ആളുകൾ സെക്കൻഡ് ഹാൻഡ് ഫോണുകളായിരിക്കും വാങ്ങാൻ ഉദ്ദേശിക്കുക. അങ്ങനെ നമ്മൾ വാങ്ങുന്ന ഫോണുകൾ ഏതുമാകട്ടെ, നമ്മൾ അത് ചെക്ക് ചെയ്ത് നോക്കാറുണ്ടോ? ഇത് ഒറിജിനലാണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന്? തീർച്ചയായിട്ടും നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭാവിയിൽ പണി കിട്ടും. അതുകൊണ്ട് 2 മെത്തേഡുകൾ ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഫോൺ ഒറിജിനലാണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന്. തുടർന്ന് വീഡിയോ കണ്ട് നിങ്ങൾ മനസ്സിലാക്കുക. ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ, ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തതിന് ശേഷം ഓൾ എന്ന ഭാഗം സെലക്ട് ചെയ്യുക. ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നെങ്കിൽ FTM ക്രിയേഷൻ എന്ന ഈ ഒരു പേജ് കൂടി നിങ്ങൾ ഫോളോ ചെയ്ത് വെക്കുക. നമുക്ക് പെട്ടെന്ന് തന്നെ എങ്ങനെയാണ് ഇത് ചെക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാൻ അതിനായിട്ട് നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ ആദ്യമായിട്ട് പരിചയപ്പെടുത്താണ്. അതുകൂടാതെ മറ്റൊരു മെത്തേഡും കൂടി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിലൂടെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വൈൽ യൂസിങ് ദ ആപ്പ് എന്ന ഈ ഒരു ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ ഇൻ്റർഫേസ്. ഇവിടെ ഓരോ കാര്യങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്, എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടതെന്നൊക്കെ കാര്യങ്ങളാണ് കാണിച്ചു തരുന്നത്. ജസ്റ്റ് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ പോകും. ഇവിടെ ഏറ്റവും മുകളിൽ എൻ്റർ IMEI കോഡ് എന്ന് കാണിക്കുന്നുണ്ട്. അവിടെ ടാപ്പ് ചെയ്തിട്ട് നിങ്ങളുടെ മൊബൈൽ പുതിയതാണെങ്കിലും പുതിയതാണെങ്കിൽ അതിൻ്റെ ബോക്സിൻ്റെ ബാക്ക് സൈഡിൽ കാണാൻ സാധിക്കും IMEI കോഡ്. പഴയതാണെങ്കിൽ ആ ഫോണിൽ ഞാൻ പറയുന്ന പോലെ ഡയൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് IMEI കോഡ് കണ്ടുപിടിക്കാൻ സാധിക്കും. നമ്മുടെ മൊബൈലിൻ്റെ ഡയൽ പാഡ് എടുക്കുക. ഡയൽ പാഡ് എടുത്തിട്ട് *#06# എന്ന് ടൈപ്പ് ചെയ്ത ഉടനെ തന്നെ IMEI കോഡ് നിങ്ങൾ കാണാൻ സാധിക്കും. 2 സിമ്മിൻ്റെ മൊബൈലാണെങ്കിൽ 2 IMEI കോഡ് ഇവിടെ കാണാൻ സാധിക്കും. ആ IMEI കോഡ് ഞാൻ കാണിച്ച ഈ ഒരു ആപ്ലിക്കേഷൻ്റെ അകത്ത് ഈ ഒരു ഭാഗത്ത് എൻ്റർ ചെയ്ത് കൊടുക്കുക. എൻ്റർ ചെയ്തിട്ട് ഇവിടെ താഴെ വെരിഫൈ എന്ന് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു നമ്പർ ഇവിടെ എൻ്റർ ചെയ്തിട്ട് വെരിഫൈ കൊടുക്കുകയാണ്. അതിനുശേഷം ഞാനിവിടെ വെരിഫൈ കൊടുക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും അതിൻ്റെ റിസൾട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഏത് ഫോണാണ്, ഏത് ബ്രാൻഡാണ്, ഇതിൻ്റെ മോഡൽ നെയിം, അതുപോലെ തന്നെ ഡിവൈസ് ടൈപ്പ് ഒക്കെ ഇവിടെ കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ നിങ്ങൾക്ക് വരുന്നില്ല എങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇത് ഡ്യൂപ്ലിക്കേറ്റ് ഫോണാണ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ആപ്ലിക്കേഷനാണിത്. ഇതിലൂടെ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ വാങ്ങുക. ഇത് ഒന്നാമത്തെ മെത്തേഡാണ്. ഇനി രണ്ടാമത്തെ മെത്തേഡ്, നമുക്ക് സാധാരണ നമ്മുടെ മൊബൈലിൻ്റെ മെസ്സേജിങ് ആപ്ലിക്കേഷൻ ഉണ്ടാകും. ഇവിടെ താഴെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എൻ്റെ മെസ്സേജിങ് ആപ്ലിക്കേഷൻ ഇതാണ്. ഈ മെസ്സേജിങ് ആപ്ലിക്കേഷനിൽ നമ്മൾ ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തിട്ട് ഞാൻ കാണിക്കുന്നത് പോലെ നിങ്ങളിവിടെ ടൈപ്പ് ചെയ്യുക. ഇവിടെ നമുക്ക് മെസ്സേജ് സെൻഡ് ചെയ്യേണ്ടത് ഞാൻ പറയുന്ന ഈ ഒരു നമ്പറിലാണ്. 14422 എന്ന നമ്പറിലേക്കാണ് നമുക്ക് സെൻഡ് ചെയ്യേണ്ടത്. 14422 അങ്ങനെ നമ്മൾ ടൈപ്പ് ചെയ്തിട്ട് ഇവിടെ 14422 ഏറ്റവും മുകളിൽ കാണുന്നുണ്ട്. എന്താണ് മെസ്സേജ് ടൈപ്പ് ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാപിറ്റൽ ലെറ്ററിൽ നമുക്കിവിടെ KYM എന്ന് ടൈപ്പ് ചെയ്യാം. അതിനുശേഷം ഒരു സ്പേസ് ഇട്ടിട്ട് നിങ്ങൾക്ക് ഏത് മൊബൈലാണോ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ IMEI കോഡ് ഇവിടെ ടൈപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾ സെൻഡ് കൊടുക്കുക. സെൻഡ് കൊടുത്ത ഉടനെ തന്നെ അതിൻ്റെ ഒരു മെസ്സേജ് വരും, ഇത് ഒറിജിനലാണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന്. അത് ഒറിജിനലാണെങ്കിൽ അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആയിരിക്കും നിങ്ങൾക്ക് മെസ്സേജായിട്ട് വരിക. അല്ല എങ്കിൽ അത് ഇൻവാലിഡ് കോഡെന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംഭവമായിട്ടായിരിക്കും നിങ്ങൾക്ക് മെസ്സേജ് വരിക. ഇങ്ങനെ 2 മെത്തേഡിലൂടെ നമ്മൾ വാങ്ങുന്നത് പുതിയ ഫോണാണെങ്കിലും പഴയ ഫോണാണെങ്കിലും നമുക്ക് അത് ഒറിജിനലാണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു ട്രിക്കാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്തത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോയുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.